13ാമത്തെ ഫർള് ആദ്യത്തെ സലാം. ഈ 3 കാര്യങ്ങളും ചെയ്യേണ്ടത് ഇരുന്നു കൊണ്ടാണ്. അതാണ് ഒരു ഫർള്. അതാണ് നമ്മൾ ഈ ഫർള് അങ്ങനെ പറയണം, ചെയ്യേണ്ടത് കഴിവുള്ളവർ. അപ്പൊ അവസാനത്തെ തഹയ്യാത്തിന് വേണ്ടി ഇരിക്കുക എന്ന് പറയുമ്പോൾ നിസ്കാരത്തിലെ ഇരുത്തം 2 രൂപത്തിലാണ്. ഒന്നിന് ഇഫ്തിറാഷ് എന്ന് പറയും അറബിയിൽ, മറ്റൊന്നിന് തവറുക്ക് എന്ന് പറയും. നിസ്കാരത്തിന്റെ അവസാനത്തെ അത്തഹിയാത്തിൽ സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ലാത്ത ഒരാൾ, അഥവാ അത്തഹിയാത്തും സ്വലാത്തും ദുആയും കഴിഞ്ഞാൽ പിന്നെ സലാമാണ് വീട്ടുന്നത്, അങ്ങനെയുള്ള ആളാണ് തവറുക്കിന്റെ ഇരുത്തം ഇരിക്കേണ്ടത്. എന്താണ് തവറുക്കിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ? നമ്മളുടെ ഇടത് കാലിനെ താഴ്ത്തിയിട്ടിട്ട് നമ്മളുടെ ഭ്രഷ്ടത്തെ തറയിൽ വെക്കുക. എന്നിട്ട് വലത് കാലിന്റെ വിരലുകളെ കുത്തി നിർത്തുക. ഇതിനാണ് തവറുക്കിന്റെ ഇരുത്തം എന്ന് പറയുക. അങ്ങനെയല്ലേ നമ്മൾ സാധാരണ ഇരിക്കുന്നത്? അങ്ങനെയാണല്ല അല്ലെ? ഒരു സന്ദർഭത്തിൽ മാത്രമാണ് ഇരുത്തമുള്ളത്, അഥവാ അവസാനത്തെ അത്തഹിയാത്ത്. ഇനി സഹവിന്റെ സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അത്തഹിയാത്തും സ്വലാത്തും ദുആയും കഴിഞ്ഞാൽ പിന്നെ നേരെ സലാം വീട്ടുന്നതിലേക്കാണ് പോകുന്നെങ്കിൽ അദ്ദേഹം ഇരിക്കേണ്ട, അങ്ങനെ ഉള്ളവർ ഇരിക്കേണ്ട ഇരുത്തമാണ് തവറുക്ക്. ഈ നിലയിൽ സിയാദ് ഒന്ന് ഇരുന്ന് കാണിച്ചാൽ എല്ലാവർക്കും ഒന്ന് ഡൗട്ട് ഉള്ളവർക്ക് മനസ്സിലായാണ്. ഫ്രണ്ടിലോട്ട് ഇരുന്നിട്ട് അങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇതാണ് തവറുക്കിന്റെ ഇരുത്തം. നമ്മൾ ഭ്രഷ്ടം എന്താണ്? നമ്മള് കാലിന്റെ മുകളിലല്ല ഇരിക്കുന്നത്. ഭ്രഷ്ടം നമ്മൾ തറയിൽ വയ്ക്കുകയാണ്. വലത് കാലിന്റെ വിരലുകൾ കുത്തി നിർത്തുക. എന്നിട്ട് 2 കൈകളും തൊടയുടെ മേൽ മുട്ടിനോട് ചേർത്ത് വെക്കുക. മുട്ടിന്റെ മുകളിലല്ല വെക്കേണ്ടത്. 2 കൈ എവിടെ വെക്കേണ്ടത്? തൊടയിലാണ് വെക്കേണ്ടത്. പക്ഷെ മുട്ടിനോട് വലത് കൈയുടെ വിരലുകളെ കൂട്ടിപ്പിടിക്കുക. ഈ ചൂണ്ടുവിരൽ ഒഴിച്ച് ഇടത് കൈയുടെ വിരലുകൾ ഇങ്ങനെ തന്നെ നിവർത്തി വെക്കുക. കിബിലയ്ക്ക് നേരെ വരുന്ന രൂപത്തിൽ വിരലുകൾ ചേർത്തുകൊണ്ട് വെക്കുക. വലത് കൈയുടെ വിരലിനെ എന്ത് ചെയ്യണം? മുട്ടിനോട് ചേർത്ത് തന്നെ, കാൽമുട്ടിനോട് ചേർത്ത് തന്നെ വെച്ചിട്ട് 4 വിരലുകളും കൂട്ടിപ്പിടിക്കുക. ഈ ഒരു വിരൽ മാത്രം പിടിക്കാതെ വിടുക. ഇതെന്ത് ചെയ്യണം? ഈ വിരൽ ഉയർത്തുക. അങ്ങനെയല്ല. അതെല്ലാരും ഒന്ന് വെച്ച് നോക്കിയാൽ അത്തഹിയാത്തിരിക്കുമ്പോൾ വിരലുകൾ കൂട്ടിപ്പിടിച്ചിട്ടില്ല. വിരലുകൾ ഇങ്ങനെ മുറുക്കി പിടിക്കണം, വിരൽ ചേർന്ന് വരണം അല്ലെ? എന്നിട്ട് ഇല്ലല്ലാ പറയുമ്പോ ഈ വിരൽ ഉയർത്തുക. മറ്റത് അതുപോലെ തന്നെ വെച്ചിരിക്കുന്നതാണ്. ഇത് ആദ്യത്തെ അത്തഹിയാത്തില് ഇങ്ങനെ തന്നെ നമ്മൾ വിരല് വെച്ചിരിക്കണം. ഇല്ലല്ലാ പറയുമ്പോൾ ഉയർത്തുക. സുജൂദിലേക്കാണല്ലോ നമ്മൾ നോക്കുന്നത് അത്തഹിയാത്ത് ഓതുമ്പോൾ. പക്ഷെ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ചൂണ്ടുവിരലിലേക്ക് നോക്കിയിട്ട് പിന്നെ അവസാനം സലാം വീട്ടുന്നവരെ നമ്മൾ നോട്ടം എവിടെ ആയിരിക്കണം? വിരലിലായിരിക്കണം. ഈ വിരലിലായിരിക്കണം. അല്ലെങ്കിൽ ആദ്യത്തെ അത്തഹിയാത്താണെങ്കിൽ 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വരുന്നത് വരെയും നമ്മളെ നോട്ടം ഈ ചൂണ്ടുവിരലിൽ ആയിരിക്കണം. ഇനി വേറെ ഒരുപാട് ഇരുത്തം ഉണ്ടല്ലോ. നമ്മൾ അവസാനത്തെ അത്തഹിയാത്തിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രൂപം. വലത് കാല് കുത്തി നിർത്തിയിട്ട് ഭ്രഷ്ടം താഴെത്തുക. ഇനി ആദ്യത്തെ അത്തഹിയാത്തിലെ ഇരുത്തമുണ്ട്. അതുപോലെ തന്നെ 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തമുണ്ട്. പിന്നെ 1ാമത്തെ റക്അത്ത് കഴിഞ്ഞ് 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒരു ഇസ്തിറാഹത്തിന്റെ ഇരുത്തമുണ്ട്. വിശ്രമത്തിന്റെ ഇരുത്തം എന്ന് പറയും. ആദ്യത്തെ റക്അത്ത് കഴിഞ്ഞ് ആദ്യത്തെ റക്അത്തിന്റെ 2ാമത്തെ സുജൂദും കഴിഞ്ഞ് അടുത്ത 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് പോകുമ്പോൾ, അല്ലെങ്കിൽ 3ാമത്തെ റക്അത്ത് 4 റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ 3ാമത്തെ റക്അത്തിന്റെ 2ാമത്തെ സുജൂദും കഴിഞ്ഞ് 4ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അവിടെ ഒന്ന് റെസ്റ്റിന് വേണ്ടി ഇരിക്കണം. ഇതിനെ പറഞ്ഞ പേരാണ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം. പക്ഷെ അവിടെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആ ഇരുത്തം സുന്നത്താണ്. എന്നാൽ ആ ഇരുത്തത്തിൽ അനക്കമടങ്ങൽ ഫർളാണ്. മനസ്സിലായില്ലേ? ഇരുന്നില്ലെന്നും പറഞ്ഞിട്ട് നിസ്കാരത്തിന് കുഴപ്പമില്ല. പക്ഷെ ഇരുന്നാൽ എന്താവണം? അവിടെ അനക്കമടങ്ങണം. ഫർളില് റുക്കൂയിലും സുജൂദിലും ഇഅ്തിദാൽ അനക്കമടങ്ങുന്ന പോലെ അവിടെ എഴുന്നേറ്റിരുന്ന് ഒന്ന് സമാധാനമായിട്ട് പിന്നെന്ത് ചെയ്യാവും? മുകളിട്ട്. അല്ലാതെ അവിടെ വന്നിട്ട് സ്പ്രിങ് പോലെ പെട്ടെന്ന് വന്നിട്ട് എഴുന്നേറ്റാൽ ആ തുടർച്ചയായിപ്പോ അനക്കമടങ്ങൽ ഉണ്ടാവില്ല, നിസ്കാരം ബാത്തിലാവും. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലും ആദ്യത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തത്തിലും 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലും, അതുപോലെ അവസാനത്തെ അത്തഹിയാത്തിൽ തന്നെ ആദ്യത്തെ അത്തഹിയാത്ത് മറക്കുകയോ കുനൂത്ത് മറക്കുകയോ റക്അത്തിന്റെ എണ്ണത്തിൽ സംശയമൊക്കെ വരുന്ന ഒരാളിന് എന്ത് ചെയ്യേണ്ടി വരും? അത്തഹിയാത്തും സലാത്തും ദുആയും കഴിഞ്ഞിട്ട്
സലാമിന് മുമ്പ് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടി വരും. അങ്ങനെ സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടി വരുന്ന ആളിനും, അതുപോലെ തന്നെ ഇമാമിന്റെ നിസ്കാരം അവസാനത്തതാണെങ്കിലും പിന്തുടർന്ന് വരുന്ന ഒരാളിന്റെ നിസ്കാരത്തിന്റെ അവസാനത്തെ അത്തഹിയാത്തല്ല, ഇടയിലുള്ള അത്തഹിയാത്താണ്. ഇമാമിന്റെ അവസാനത്തെ അത്തഹിയാത്താണെങ്കിലും പിന്തുടർന്ന ആളിന്റെ അവസാനത്തെ അത്തഹിയാത്ത് അല്ലെങ്കിൽ അദ്ദേഹവും എല്ലാവരും ഇരിക്കേണ്ടത് ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ്. ഇപ്പൊ തവറുക്കിന്റെ ഇരുത്തം ഒരൊറ്റ സന്ദർഭത്തിലുള്ള നമ്മൾ ലാസ്റ്റ് അത്തഹിയാത്ത് സാഹിബിന്റെ സുജൂദ് ചെയ്യേണ്ടില്ലെങ്കിൽ, ബാക്കിയുള്ള എല്ലാ സന്ദർഭത്തിലും ഇരിക്കേണ്ടത് എങ്ങനെയാണ്? ഇഫ്തിറാഷിന്റെ ഇരുത്തം. ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഇടത് കാല് പരത്തി വെച്ചിട്ട്, ഇടത് കാൽപാദം പരത്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇരിക്കുക, വലത് കാലിന്റെ വിരലുകൾ എന്ത് ചെയ്യുക? കുത്തി നിർത്തുക. ഇതിനാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയുന്നത്. പ്രസംഗം ഒന്ന് ഇരുന്ന് നോക്കിയാലാ പറ്റൂല? ഇരുന്ന് ശീലമില്ലാത്തതാണ്. നടക്കാൻ തന്നെ വയ്യ. അത് ചെറുപ്പത്തിലൊക്കെ അയാളൊക്കെ ചെറുപ്പത്തിലെ ഇരുന്നിരുന്നവനാണോ ഇപ്പൊ അങ്ങനെയാണോ ഇരിക്കാൻ പറ്റുന്നത്? അല്ലേ ചെയ്യാതെ ചെറുപ്പത്തിലെ ഇരുന്നോണ്ട് ഇപ്പൊ എങ്ങനെയാണോ ഇരിക്കാൻ പറ്റും അല്ലേ? അതാണ് പ്രായമായി വരുമ്പോ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ അല്ല ചില സമയത്തൊക്കെ എന്നെ പഠിപ്പിച്ച ഞങ്ങളെ ഉസ്താദൊക്കെ ഉണ്ട്. എന്നെ 85-90 വയസ്സുള്ള ഉസ്താദന്മാരുണ്ട് എനിക്ക് ഇപ്പോഴും നമ്മളെ പഠിപ്പിച്ച ഉസ്താദന്മാര്. അവര് ഈ കറക്റ്റ് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. ആദ്യത്തെ തഹ്ഹിയാത്ത് ഇരിക്കും, അവസാനത്തെ തഹ്ഹിയാത്തും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഒരു കുഴപ്പമില്ല കേട്ടാ. ആദ്യം ശ്രമിച്ചൊന്ന് ഇരുന്ന് നോക്കണം. മാത്രമല്ല നമ്മൾ ഈ ആരോഗ്യപരമായിട്ടൊക്കെ പറയുന്നത് ഇത് നമ്മള് പ്രായോഗികമായിട്ട് വലിയൊരു കാര്യം ഇതിനുണ്ട്. ഇപ്പോഴത്തെ ശാസ്ത്രീയമായിട്ട് അഥവാ ആരോഗ്യപരമായിട്ട് പറയുന്നത്, നമ്മളുടെ ചില നാഡിഞരമ്പുകളൊക്കെ ഈ കാലിൽ നിന്ന് തലച്ചോറ് വരെ എത്തുന്ന നാഡിഞരമ്പുകൾ ഉണ്ടല്ലോ, ഇത് മുഴുവനും ഇങ്ങനെ ഇരിക്കുന്നതിലൂടെ ചലനാത്മകമാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പൊ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മനഃപൂർവ്വം ഇരുന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാകും? ഇതിലൂടെ നമ്മുടെ ശരീരത്തിന് മുഴുവനും ബ്ലഡ് ഓട്ടം. നിസ്കാരം എന്ന് പറയുന്ന സംഭവം തന്നെ ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് നമ്മളല്ല, അമുസ്ലിമീങ്ങളായ ഡോക്ടർമാരെന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഇപ്പൊ സുജൂദ് ചെയ്യുമ്പോൾ തന്നെ സാധാരണ ഒരാളുടെ തലച്ചോറില് നിവർന്നിരുന്നാൽ തലച്ചോറിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാത്ത ഇടങ്ങളിലൊക്കെ എപ്പോഴുണ്ടാകും സുജൂദ്. തറയിൽ വെച്ച് സുജൂദ് ചെയ്യുമ്പോഴും, അതും കസേരയിൽ നിന്ന് സുജൂദിന് എന്ത് കിട്ടൂല? ആ സർക്കുലേഷൻ കിട്ടൂല, ആ ഗുണം കിട്ടൂല. തറയിൽ തല വെക്കുമ്പോൾ എന്തുണ്ടാവും? ആ ഗുണം ഉണ്ടാവും. ഇതുപോലെ അത്തഹിയാത്തിലുള്ള ആദ്യത്തെ അത്തഹിയാത്തിലും അവസാനത്തെ അത്തഹിയാത്തിലുള്ള ഇരുത്തത്തിലൂടെ നമ്മളുടെ കാലിന്റെ നാഡിഞരമ്പുകൾ ചലിക്കുകയും അതിലൂടെ ആ ഗുണം എവിടം വരെ കിട്ടും? തലച്ചോറിൽ കിട്ടും. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഓക്സിജന് നമ്മളെ ചില കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, നിങ്ങളെ ഫോട്ടോയിലൊക്കെ ഞാൻ കണ്ടിട്ട് ഓക്സിജൻ സിലിണ്ടർ കൊടുത്തിട്ട് അതിന്റെ എന്താണ് മാസ്ക് കൊടുത്തിട്ട് അതിന്റെ മുഖത്ത് കൊടുത്തിട്ട് അതും വെച്ചുകൊണ്ട് തറയെ സുജൂദ് ചെയ്യുന്നവരുടെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് റൂമില്, ഹോസ്പിറ്റലിന്റെ റൂമുകളിൽ കണ്ടിട്ടില്ലേ? എന്താണ് അല്ലാഹു അക്ബർ, അങ്ങനെയുണ്ട്. അതെ അല്ലാഹു തആല നമുക്ക് എല്ലാം കഴിവ് തരട്ടെ. അതാണ് ഇപ്പൊ അടുത്ത കാലം വരെ ഈ കസേരയിൽ തന്നെ ഞാൻ കാണുന്ന നാൾ മൊത്തം നിസ്കരിച്ച ഒരാളാണ് ചിലപ്പോൾ. ഒരു ദിവസം ഞാൻ സ്വകാര്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് സുജൂദ് ഈ തറയിച്ചതിൽ നമസ്കാരത്തിലാണ് അതിനുശേഷം ഇപ്പൊ അയാൾ പറയുന്നത് അതിനുശേഷം ഇന്ത്യക്കാരൻ എന്റെ കാഴ്ചയിൽ എല്ലാ ദിവസവും അൽഹംദുലില്ലാഹ് ജലാൽ സാഹിബിന് മൂപ്പർക്ക് നിസ്കരിക്കണ സമയത്ത് മാത്രമേ തറയിൽ സുജൂദ് ചെയ്യാൻ പറ്റുള്ളൂ. പാവ അത്തഹിയാത്ത് സലാം വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എണീറ്റ് കസേരയിരിക്കുന്ന പറഞ്ഞാൽ അത്രയും ടൈറ്റായിട്ടാണ് എന്ത് ചെയ്യണത്. അത്ര അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് നിസ്കരിക്കുന്നത്. എന്നിട്ട് സലാം വിട്ട് ഉടനെ എഴുന്നേറ്റ് കസേരയിരിക്കുന്നത് അത്രയേ പറ്റുള്ളൂ. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല എല്ലാവർക്കും, അല്ല ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പലർക്കും ബുദ്ധിമുട്ടുകൊണ്ടാണ്. അതെ അങ്ങനെയുള്ളവർക്ക് ബുദ്ധി അല്ലാഹു തആല ആഫിയത്ത് തരട്ടെ. അപ്പോ നമ്മൾ അത്തഹിയാത്ത് പറയുന്നത് ബാക്കിയുള്ളവരെല്ലാം ഏതിരുത്തം ഇരിക്കണം? ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കുക. ഈ വലത് കാലിന്റെ കാലുകൾ
കുത്തിവെച്ചുകൊണ്ട് ഇടത് കാലിനെ വരുത്തിയിരുത്തിട്ട് അതിന്റെ മുകളിൽ ഇരിക്കുക. ഇതാണ് ഇരുത്തം. അപ്പോ അത്തഹിയാത്ത് ഓതുന്ന സന്ദർഭങ്ങളിലാണ് വലത് കൈയുടെ വിരലുകൾ ചൂണ്ടുവിരൽ വെച്ച് ബാക്കിയുള്ളെല്ലാം പിടിച്ചുകൊണ്ട് മടക്കി വെച്ചുകൊണ്ട് ഇല്ലല്ലാ പറയുമ്പോൾ ഉയർത്തേണ്ടത്. സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തങ്ങളിലും ഇസ്തിറാഹത്തിന്റെ ഇരുത്തിലൊക്കെ നമ്മൾ കൈ വെക്കുമ്പോൾ രണ്ട് കൈയും എങ്ങനെ തന്നെ വെച്ചാൽ മതി, നിവർത്തി തന്നെ വെച്ചാൽ മതി. അത്തഹിയാത്ത് ഓതുന്ന സന്ദർഭത്തിൽ മാത്രമാണ് വലത് കൈ മുറുക്കി പിടിക്കേണ്ടത്. അപ്പോ അതുപോലെ അവസാന അത്തഹിയത്ത് ഇല്ലല്ലാ എന്ന് പറഞ്ഞ് വിരൽ ഉയർത്തുന്നത് മുതൽ സലാം വിട്ടുന്നത് വരെ, അല്ലെങ്കിൽ അടുത്ത റക്അത്തിലേക്ക് എഴുന്നേക്കുന്നത് വരെ പിന്നെ നോട്ടം എന്തായിരിക്കണം? വിരലിലായിരിക്കുകയും വേണം. ഇൻഷാ അല്ലാഹ്. അതാണ് 12ാമത്തെ ഫർള്. 13ാമത്തെ ഫർള് ആദ്യത്തെ സലാം വീട്ടുക. ആദ്യത്തെ സലാം എന്ന് പറയുമ്പോൾ 2 സലാം വീട്ടലുണ്ടല്ലോ, അതില് ആദ്യത്തെ സലാം വീട്ടലാണ് ഫർളായിട്ടുള്ളത്. 2ാമത്തെ സലാം വീട്ടല് സുന്നത്ത. അതില് അസ്സലാമു അലൈക്കും എന്ന് പറയലാണ് നിർബന്ധം. വ റഹ്മത്തുല്ലാ എന്നും കൂടി ചേർത്ത് കൊടുക്കല് സുന്നത്താണ്. മയ്യിത്ത് നിസ്കാരമാണെങ്കിൽ വ ബറകാതുഹു എന്ന് കൂടി ചേർത്ത് കൊടുക്കൽ സുന്നത്താണ്. അസ്സലാമു അലൈക്കും വ റഹ്മത്തുല്ലാ, അവസാന ഹ് ഉണ്ട്. അസ്സലാമു അലൈക്കും വ റഹ്മത്തുല്ലാ എന്ന്. അതെ, ഇന്ന് ഉച്ചയ്ക്ക് ഒരു കൂട്ടുകാരൻ ചോദിച്ച് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിന മുഹമ്മദ് എന്നാണോ വലാ ആലി സയ്യിദിന മുഹമ്മദ് എന്നാണോ ചോദിച്ചത്. അപ്പൊ ഞാൻ എന്താ അങ്ങനെ ചോദിക്കാം? ചിലര് പറഞ്ഞ കേൾക്കുമ്പോ അങ്ങനെ തോന്നുന്നു പറഞ്ഞു. എങ്ങനെ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വലാ ആലി സയ്യിദിന, വലാ ആലി, വലാ ആലി അല്ല, വ അലാ ആലി, വ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. അല ഇല്ലേ, ആ അല തന്നെയാണ് എവിടെയും വരേണ്ടത്, വ അലാ ആലി സയ്യിദിന മുഹമ്മദ്. അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ, അല്ല അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ. മനസ്സിലായില്ലേ? അപ്പൊ ചിലപ്പോൾ നമ്മള് സ്പീഡാ പറയുമ്പോ എങ്ങനെ വന്നു പോകും? ബാങ്ക് വിളിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണ്ടേ. വല ആലി വരും, വല ആലി. അലാക്ക് പകരം, മനസ്സിലാവുന്നത്, അലാക്ക് പകരം ഏത് വരും? ലാ വരും. വല 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 ആലി. വ അല ആലിക്ക് പകരം വല ആലി എന്ന് വരും. നമ്മൾ പറയുമ്പോഴേ മനസ്സിലാവും. അങ്ങനെ ഇങ്ങനെ പറയണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി, വ അലാ ആലി, അങ്ങനെ പറയണം. ശരി. അപ്പൊ അതുപോലെ നമ്മള് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ചുണ്ടുകൾ കൂടിയുമ്പോഴാണ് മീമിന്റെ ശബ്ദം ഉണ്ടാകുന്നത്. ആ പ്രൊണൗൺസ് കഴിഞ്ഞതിന് ശേഷമാണ് വറഹ്മത്തുള്ളാ പറയേണ്ടത്, വാവ് തുടങ്ങേണ്ടത്. ചിലപ്പോ ധൃതിയിൽ പോകുമ്പോ എന്തായി പോകും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ നമ്മൾ പറഞ്ഞു തോന്നുന്നുണ്ട് അല്ലേ? തുടക്കത്തിൽ എപ്പോഴോ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ അല്ല, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പൊ അലൈക്കും എന്ന് പറയുമ്പോൾ ചുണ്ട് എന്ത് ചെയ്യണം? അപ്പോഴേ മീമിന്റെ ശബ്ദം വരുള്ളൂ. വറഹ്മത്തുള്ളാ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അസ്സലാമു അലൈക്കും എന്നതിന്റെ മീമ് വ്യക്തമാവണം. ഒന്നാമത്തെ സലാം വിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞു, വലത്തേട്ട് തിരിഞ്ഞു. 2ാമത്തെ സലാം വിട്ടതിന് മുമ്പ് ഒളു മുറിഞ്ഞു പോയി. എന്നാൽ 2ാമത്തെ സലാം വിട്ടാൻ പാടില്ല. കാരണം 1ാമത്തെ സലാം വിട്ടതോടുകൂടി ഫർള് പൂർത്തിയായി, നിസ്കാരം ശരിയായി. പക്ഷെ വീണ്ടും 2ാമത്തെ സലാം വീട്ടിയാൽ അത് നിസ്കാരത്തിൽ പെട്ടതായി. അപ്പൊ നിസ്കാരത്തിൽ പെട്ടതാകുമ്പോൾ ഏതവസ്ഥയിലാണ് നിസ്കരിക്കുന്നത്? എപ്പോഴും ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് നിസ്കരിക്കുന്നത്. അപ്പൊ എന്തായി പോകും? നിസ്കാരം ബാത്തിലാവും. അതുപോലെ ഒരാള് അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സന്ദർഭം, 1ാമത്തെ സലാം വിട്ടതിന് ശേഷം 2ാമത്തെ സലാം വിട്ടുന്നതിന് മുമ്പ് ഒളു മുറിയുകയോ അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഷർത്തുകൾക്ക് എന്തെങ്കിലും ഭംഗം വന്നാൽ പിന്നെ 2ാമത്തെ സലാം വിട്ടരുത്. അതുപോലെ തന്നെ 1ാമത്തെ സലാം വീട്ടുമ്പോൾ വലത് ഭാഗത്തേക്ക് തിരിയണം. എത്ര തിരിയണം? വലത് ഭാഗത്ത് ഇരിക്കുന്നവർക്ക് ഈ തിരിയുന്ന ആളിന്റെ കവിള് കാണണം, ആ രൂപത്തിൽ തിരിയണം. അപ്പൊ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പോരാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇത് പോരാ. എങ്ങനെ തിരിയണം? അസ്സലാമു അലൈക്കും, ഇവിടെ പറയുമ്പോൾ തുടങ്ങണം തിരിയാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബാക്കി ഇരിക്കുന്നവർക്ക് വലത് കവിള് കാണണം. അതുപോലെ തിരിച്ച് ഇവിടെ വന്നിട്ട് പിന്നെ കുനിയണ്ട, ആ ആക്ഷൻ വേണ്ട. അങ്ങനെ അതിന് പ്രത്യേക സുന്നത്തില്ല. എങ്ങനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇങ്ങനെ വേണ്ട. ഇങ്ങനെ നേരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറഞ്ഞു പോയിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് വീണ്ടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, കവിള്
ഇടത് കവിള് ഇടത് ഭാഗത്തുള്ളവർക്ക് കാണണം. ഈ ഇതാണ് പരിപൂർണമായ തിരിയൽ. അങ്ങനെ തിരിയണം. അതുപോലെ തന്നെ ഈ സലാം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവരാകട്ടെ, ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന മഅ്മൂമികളാകട്ടെ, ഇമാമാകട്ടെ, സലാം വീട്ടുമ്പോൾ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നു എന്ന നീയത്തും കൂടി ചെയ്യണം. നിസ്കാരം തീരെയാണല്ലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നതോട് നിസ്കാരം അവസാനിക്കുകയാണ്. വലിയൊരു കാര്യം അല്ലാഹു അക്ബർ കൊണ്ട് തുടങ്ങിയതാണ്, അല്ലാഹു ഏറ്റവും വലിയവനാണെന്ന് കൊണ്ട് തുടങ്ങിയതാ. അവസാനം അസ്സലാമു അലൈക്കും പറയുമ്പോഴാണ് നമ്മൾ നിസ്കാരം അവസാനിപ്പിക്കുന്നത്. എന്തിനാണ് അസ്സലാമു അലൈക്കും എന്ന് അവിടെ പറയാൻ കാരണം? നമ്മൾ ആധികാരികമായിട്ട് ചിന്തിക്കുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് ഇവിടെ പറയുന്നത് ആരോടാ സലാം പറയുന്നത്? അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനോടാണ് സലാം പറയുന്നത്. അള്ളാഹുവിനോട് നമുക്ക് സലാം പറയാൻ പറ്റൂലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞത് സലാമാണോ? എന്താ പറഞ്ഞത്? നബി തങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടിയപ്പോൾ എന്താ നബി തങ്ങൾ പറഞ്ഞത് അങ്ങോട്ട്? തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അള്ളാഹുവാണ് തിരിച്ചിങ്ങോട്ട് സലാം. അപ്പൊ നമ്മൾ ആരെടുത്ത സലാം പറഞ്ഞത്? മലക്കുകളോട് മാത്രമല്ല, ജിന്നുകളോട്, മറ്റുള്ള മനുഷ്യരോടും പറയുന്നുണ്ട്, മറ്റുള്ള ആളുകളോടുമാണ്. കാരണം നമ്മൾ ഇവരെടുത്ത് ഇപ്പൊ ഇല്ലായിരുന്നു. കുറച്ച് സമയം 2 റക്അത്ത് നിസ്കരിച്ച സമയത്ത് അല്ലെങ്കിൽ 4 റക്അത്ത് നിസ്കരിച്ച സമയത്ത് ഞാൻ ശരീരം കൊണ്ട് ആളുകളുടെ മുന്നിൽ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ആരുടെ അടുത്തായിരുന്നു? എന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ അടുക്കൽ. ആളുകളും എന്റെ കാര്യങ്ങളും ജോലിയൊക്കെ എനിക്ക് വലിയ കാര്യമായിരുന്നു. പക്ഷെ ആ വലിയ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഞാൻ ഏറ്റവും വലിയവനിലേക്ക് പോയി. അതല്ലാത്തതെല്ലാം ഞാൻ എന്റെ മനസ്സിൽ നിന്ന് വിട്ടതാ. ഈ കൈ ഇങ്ങനെ ഉയർത്തണമല്ലോ, ഉയർത്തുമ്പോഴെന്താണ്? പുറം കൈ കൊണ്ട് അല്ലാത്ത എല്ലാത്തിനും ഞാൻ എന്ത് ചെയ്യാണ്? തട്ടിക്കളയാണ്. എന്നിട്ട് ഞാൻ അല്ലാഹു അക്ബർ, അള്ളാഹുവിനെ കൊണ്ട് എന്റെ ഹൃദയത്തിൽ സ്ഥാപിക്കുകയാണ്. നിസ്കാരത്തിന്റെ യാഥാർത്ഥ്യം അവിടെയാണ്, ഹഖീഖത്താണ്. അപ്പൊ ഇപ്പൊ എന്റെ ഖൽബില് അള്ളാഹു മാത്രം, എന്റെ അഭിസംബോധനയെല്ലാം അള്ളാഹുവിനോട് മാത്രം, എന്റെ കാര്യങ്ങൾ പറയുന്നത് അള്ളാഹുവിനോട് മാത്രം. അപ്പൊ ഞാൻ അള്ളാഹുവിന്റെ അടുക്കലാണ്. അതാണ് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. നിസ്കാരം ഒരു സത്യവിശ്വാസിയുടെ മിഅ്റാജാണ്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 ആകാശങ്ങളും കഴിഞ്ഞ് അള്ളാഹുവിന്റെ ഹദ്റത്തുൽ ഖുദ്സിലെത്തി. ഓരോ സത്യവിശ്വാസിക്കും അങ്ങനെ അള്ളാഹുവിന്റെ മുന്നിലെത്താനുള്ള മാർഗമാണ് നിസ്കാരം. അപ്പൊ ഞാൻ അള്ളാഹുവിന്റെ മുന്നിലാണ്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഫാത്തിഹയുടെ തുടക്കം ഒന്ന് വിശദീകരിച്ചിട്ട് പോവാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യവാനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ബിസ്മില്ലാഹ് അർത്ഥം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും സർവലോക സംരക്ഷകനായ അള്ളാഹുവിനാണ്. അർ-റഹ്മാനിർ റഹീം, അവൻ കാരുണ്യവാനാണ്, കരുണാവാരിധിയാണ്. മാലിക് യൗമിദ്ദീൻ, അവൻ പ്രതിഫലം നൽകുന്ന പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ്. ഇതെല്ലാം ആരെ കുറിച്ചാ പറഞ്ഞത്? അള്ളാഹുവിനെ കുറിച്ച്. അള്ളാഹുവിനെ കുറിച്ച് ഇത്രയും പറയുമ്പോൾ എന്റെ ഖൽബ് നിറയെ അള്ളാഹുവായി, എന്റെ മുന്നിൽ ആരായി? അള്ളാഹുവായി. ഇനി എന്താ പറയണത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു. ഇതിനു മുമ്പ് പറഞ്ഞപ്പോ അള്ളാഹുവിനാണ് സർവസ്തുതിയും, അവൻ കാരുണ്യവാനാണ്, കരുണാവാരി എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞപ്പോ അള്ളാഹ് മുന്നിലെത്തി. അപ്പൊ ഇനി എന്ത് ചെയ്യാം? നേരിട്ട് അള്ളാഹുവിനോട് പറയാം, നേരിട്ട് അള്ളാഹുവിനോട് പറയാം. അവിടെയാണ് ഫാത്തിഹയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇനി എന്റെ മുന്നിൽ അള്ളാഹ് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. ഇനി ഞാൻ അവനോടൊന്ന് പറയണ്ട, കാരണം അള്ളാഹ് എന്റെ മുന്നിലുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നീ നേരായ മാർഗത്തിലേക്ക് നമ്മെ നയിക്കണമേ, നീ നയിക്കണമേ. ഇഹ്ദിന എന്ന ഗ്രാമറിന്റെ അർത്ഥം ഇങ്ങനെ, നീ നയിക്കണമേ. അള്ളാഹ് മുന്നിലുണ്ട്. അതാണ് അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കണം, അല്ലാഹ് നിന്റെ മുന്നിലുള്ളത് പോലെ ആരാധിക്കണം. അല്ലാഹ് നിന്റെ മുന്നിലുണ്ടെങ്കിൽ പിന്നെ ലോകത്തുള്ള ഒന്നും നിന്റെ മുന്നിൽ പ്രശ്നമല്ല. കാരണം അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണെന്നുള്ള ആദ്യത്തെ മുഴക്കത്തിലാണ്, തക്ബീർ കൊണ്ടാണ് നീ നിസ്കാരം തുടങ്ങിയത്. അപ്പോൾ ഒരു മുഅ്മിന് നിസ്കാരത്തിന് മുഴുവനും അല്ലാഹുവിന്റെ മുന്നിലാണ്. അവിടെ പിന്നെ അള്ളാഹുവിലേക്ക് ലയിക്കുകയാണ്.
നിസ്കാരത്തിന്റെ യാഥാർത്ഥ്യം അവിടെ എത്തണം. അള്ളാഹുവിൽ അങ്ങ് ലയിക്കുകയാണ്, പിന്നൊന്നും അറിയില്ല. അങ്ങനെ വരുമല്ലോ അല്ലേ? അതുകൊണ്ടല്ലേ മഹാനായ അലിയാർ തങ്ങൾ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തില് കാലിലേക്ക് തറച്ചു കയറി അമ്പ്, രക്തം ധാരധാരയായി ഒഴുകുന്നുണ്ട്. ഈ അമ്പെന്ന് പറഞ്ഞാൽ അറിയാലോ, കയറി പോകുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. പലരും പല വഴിയും നോക്കി, വേദനയുണ്ട്. അലിയാർ തങ്ങൾ പറഞ്ഞു, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ, എന്റെ നിസ്കാരത്തിനിടയിൽ നിങ്ങൾ വലിച്ചെടുത്തോ ഞാൻ അറിയില്ല. സയ്യിദ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. കാരണം എന്താ? അപ്പോഴേക്കും എന്റെ കൽബ് അള്ളാഹുവിന്റെ അടുക്കലെത്തും. പിന്നെ ദുനിയാവായിട്ട് എനിക്ക് ബന്ധമില്ല, ശരീരത്തിന്റെ വേദന അറിയില്ല, തൊട്ടടുത്തതാക്കുന്ന കാര്യങ്ങൾ അറിയില്ല, ഒന്നും അറിയില്ല. അവരുടെ ഖൽബ് അള്ളാഹുവിന്റെ മുന്നിലായി. അതാണ് നിസ്കാരം. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലേ? സാധാരണ നമുക്കൊക്കെ ഉണ്ടത്, എനിക്ക് ഉൾപ്പെടെ നമുക്കൊക്കെ അല്ലെയും എന്തെങ്കിലുമൊക്കെ മറന്നു പോയ കാര്യം ഓർമ്മ വരണമെങ്കിൽ എന്ത് ചെയ്യണം? കൈയെട്ടണം. ഏത് മറന്നുപോയ കാര്യം ഓർമ്മ വരണമെങ്കിൽ, അല്ലെ, ആരോടെങ്കിലുള്ള ദേഷ്യവും മനസ്സിൽ വരണമെങ്കിൽ കൈയെട്ടണം എന്നുള്ളതാണ്. അപ്പൊ അത് കാരണം ശൈത്താനാണ് അതിന്റെ ആള്. നമ്മളതിന് കുറ്റക്കാരല്ല. അതിന്റെ ആളാരാണ്? നമ്മളെ കുറ്റം പറഞ്ഞ ആരാണ്? ശൈത്താനാണ്. കാരണം അവനിങ്ങനെ നിസ്കാരത്തിലേക്ക് കടന്നു വരും. ബാങ്ക് കൊടുക്കുമ്പോ ഓടിപ്പോവൻ കീഴ്വായിട്ടുണ്ട്, വീണ്ടും തിരിച്ചു വരും. ഇക്കാമത്ത് കൊടുക്കുമ്പോഴാ വീണ്ടും കീഴ്വായിട്ടുണ്ട്, തിരിച്ചു പോകും. ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? വരും. വന്നു കഴിഞ്ഞിട്ട് അവന്റെ ജോലി എന്താ? അത് ഓർമ്മിപ്പിക്ക്, ഇത് ഓർമ്മിക്ക്, അത് ചിന്തിക്ക്, ഇത് ചിന്തി, അവനെ കുറിച്ച് ചിന്തിക്ക്, ഇതിനെ ചിന്തിച്ച്. ദർശനങ്ങൾ പറഞ്ഞു, അവസാനം റക്അത്ത് പോലും അറിയാത്ത തരത്തിൽ അവനെന്ത് ചെയ്യും? ശൈത്താൻ അവനെ പിഴപ്പിക്കും, നശിപ്പിക്കും. അപ്പൊ അവനെ അങ്ങോട്ട് കുറച്ച് മാറ്റി നിർത്തുക, അതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ജമാഅത്തായിട്ടൊക്കെ നിസ്കരിക്കുമ്പോൾ തന്നെ സഫ് നല്ല കൃത്യമായിട്ട് സഫ് പരസ്പരം ഞെരിഞ്ഞു നിൽക്കണം എന്ന് പറയാൻ കാരണം എന്താ? കാരണം എന്തുകൊണ്ടാണ്? ഇടയിൽ ആര് കയറിക്കളയും? ശൈത്താൻ കയറും, അല്ലേ? പഴയ കാലത്തൊക്കെ നല്ല ഞെരിങ്ങിയ പള്ളിയിലൊക്കെ നിൽക്കുക, തോളോട് തോളം ചേർന്ന് നിൽക്കണം. ഇമാം ഞാൻ പറയില്ലേ, നമ്മളെ ഹറമിലെ ഇമാമിങ്ങളൊക്കെ നിസ്കാരത്തിന് മുമ്പ് വളരെ ഗൗരവത്തോടു കൂടി സഫ് ശരിയാക്കി. കാരണം വിശാലമായ പള്ളിയല്ലേ, സഫ് ശരിയാക്കി എന്ന് പറയാ. ഉപ്പിറ്റ് നമ്മളെ പിറകിലെ ഉപ്പിറ്റ് ഭാഗം നോക്കിയിട്ട് കൃത്യമായിട്ട് സഫ് വളയാതെ നിൽക്കണം. സഫ് വളഞ്ഞു പോയാൽ കൽബുകൾ തമ്മിൽ വളയും എന്നാണ്. കൽബുകൾ തമ്മിൽ പിന്നെ ഇണക്കം, ഐക്യത ഉണ്ടാവൂല, അടിയും ബഹളമായിരിക്കും. അതുപോലെ തോളോട് തോള് ചേർന്ന് ഞെരിങ്ങി നിൽക്കണം. ഞെരിങ്ങി നിന്നില്ലെങ്കിൽ അതിന്റെ ഇടയിൽ ആര് വരും? ശൈത്താൻ കയറി വരും. അങ്ങനെയുണ്ട്. അപ്പൊ സഫ് വളരെ കൃത്യമായിരിക്കണം. ഈ അടുത്ത് മസ്ജിദുൽ ഹറാമിൽ തന്നെ തറാവീഹ് നിസ്കാരത്തിൽ ഇമാമിങ്ങൾ നിൽക്കുമ്പോൾ അവിടുത്തെ പ്രഗത്ഭരായ ഇമാമിങ്ങൾ നിൽക്കുകയാണ് സഫില്. അപ്പൊ ഒരു ഇമാം അല്പം മാറി നിന്നപ്പോൾ നിസ്കാരത്തിന്റെ ഇടയിൽ തന്നെ മറ്റേ ഇമാം എന്ത് ചെയ്യുന്നുണ്ട്? കൈകൊണ്ട് ആളെ ഇങ്ങോട്ട് ചേർത്ത് നിർത്തുന്നുണ്ട്. ഇമാമിങ്ങളാണ് അവർ. നിസ്കാരത്തിനിടയിൽ തന്നെ അവർ മറ്റേ ആളിനെ അടുത്തോട്ട് നിർത്തുന്നുണ്ട്. കാരണം അത്രയും ഗൗരവം അവർക്ക് അവന്റെ മനസ്സിലാക്കിയിട്ടാ. അപ്പൊ നമ്മൾ ഈ കോവിഡിന് ചില അകലങ്ങൾ പാലിച്ചപ്പോ പിന്നെ ആ അകലം ഇതുവരെ പൂർണ്ണമായിട്ട് അടുത്തിട്ടില്ല. കാൽപാദങ്ങൾ ചേർന്ന് വരണം, അല്ലേ? നമുക്ക് ചവിട്ടരുത് ചില പിള്ളേരെ പോലെ. ഇവിടത്തെ റാവിന് ചില മക്കളൊക്കെ വെച്ചിട്ട് ചവിട്ടം പോലെ അപ്പൊ ചോദിക്കുമ്പോ ചേർത്ത് വെച്ചതാണെന്ന് പറയും. പിന്നെ ഇത് വിഷയത്തിൽപ്പെട്ടതല്ല. അത് നിസ്കാരം വേറെയാണ്, മുടി കറുപ്പിക്കൽ വേറെ. രണ്ട് കാര്യം. നിസ്കാരം ഉള്ള ഒരാള് മുടി കറുപ്പിക്കാമെന്ന് ചോദിക്കണത് ശരിയല്ലല്ലേ? അല്ലാത്തവർക്ക് പറ്റുമെന്നാണ് എന്റെ അർത്ഥം. അങ്ങനെ മുടി കറുപ്പിക്കല് നമ്മൾ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുള്ള വിഷയമാണ്. മുടി കറുപ്പിക്കല് ഒന്നുവിന്റെ സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ? കറുപ്പിക്കൽ നിർത്തിക്കൊണ്ടേ. അപ്പോഴേ ഞാൻ ആൻസർ പറഞ്ഞുതരാം. മുടി കറുപ്പിക്കുന്ന 2 രൂപത്തിലുണ്ട്. നിസ്കാരം സഹിയാകുന്ന രൂപമുണ്ട്, അല്ല ഒന്നു ശരിയാകുന്ന രൂപമുണ്ട്, ഒന്നു ശരിയാകാത്ത രൂപമുണ്ട്. എങ്കിൽ അതിന്റെ പുറത്തുകൂടെ മുടിയിലേക്ക് വെള്ളം ചേരൂല. ആ സന്ദർഭത്തിൽ ഒന്നു ശരിയാവൂല. മറ്റൊന്ന്, മൈലാഞ്ചി ഇടുന്നത് പോലെ ഈ ഡൈ ചെയ്യാൻ ഉപയോഗിച്ച സാധനം ഇട്ടതിന് ശേഷം അതിനെ കഴുകി കളയുന്നു, എന്നിട്ട് അതിന്റെ അടയാളം മാത്രം അവിടെ അവശേഷിക്കുമെങ്കിൽ ഏതിന്റെ വിധിയാണ് അതിന്? മൈലാഞ്ചിയുടെ വിധിയാണ്. അതിന് കുഴപ്പം ഇല്ല എന്ന ഇതാണ് എന്റെ ഇത് നമ്മൾ ഒന്നും ശരിയാവുന്ന കാര്യം പറഞ്ഞാൽ. ഇനി മറ്റത് നിയമം ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിതന്മാര് പറയുന്നത് മുടി കറുപ്പിക്കല്
ഹറാമാണ്. മൈലാഞ്ചി ഇടല്, ചോപ്പിക്കല്, മറ്റതുപോലെയുള്ളത് ചെയ്യല് സുന്നത്താണ്. മുടി കറുപ്പിക്കൽ ഹറാമാണ്. പിന്നെ ചില മദ്ഹബിലൊക്കെ ഹലാലാണെന്ന് ചില മദ്ഹബികളിൽ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞ ചില യുദ്ധത്തിന്റെ സന്ദർഭങ്ങളുണ്ട്. അതിനെയൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില ഹലാലാണെന്നും പറയുന്നുണ്ട്. പ്രഗത്ഭരായ പണ്ഡിതന്മാർ അത് ഹറാമാണെന്നും പറയുന്നുണ്ട്. അതെ, അന്ന് ശത്രുക്കളാണ് യുദ്ധം ചെയ്യും. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഭാര്യ എടുത്ത് യുദ്ധം ചെയ്യണം, അതുകൊണ്ട് ഇടാം, അല്ലെങ്കിൽ കമ്പനിയുടെ മാനേജരോട് യുദ്ധം ചെയ്യേണ്ടി വരും, അതുകൊണ്ടൊക്കെ കറുപ്പിക്കാന്ന് പറയുന്നവരൊക്കെ അതെ. അല്ലാഹു അലം. അതാണ് ഇസ്തഫ്തി നഫ്സക എന്ന് ഹദീസ് ഉണ്ട്. നീ നിന്നോട് തന്നെ ചോദിക്കണം. ആരൊക്കെ നിനക്ക് ഫത്വ തന്നിയാലും നീ നിന്റെ മനസ്സാക്ഷിയോട് ചോദിക്കണം, ശരിയാണോ തെറ്റാണോ എന്ന്. മനസ്സിലായില്ലേ? അതത്ര ഞാൻ എന്നിലേക്ക് നോക്കിക്കൊണ്ടാണ് ശരിയും തെറ്റും നോക്കേണ്ടത്, മറ്റൊരാളിലേക്ക് നോക്കിയിട്ടും അല്ല. അള്ളാഹു തആല ഹക്കായി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ സലാം വീട്ടുന്ന സന്ദർഭത്തിൽ അസ്സലാമു അലൈക്കും പറയും. വലതു ഭാഗത്തേക്ക് തിരിയുമ്പോൾ വലതു ഭാഗത്തുള്ള ആളുകൾ, മനുഷ്യരാകട്ടെ ജിന്നുകളാകട്ടെ മലക്കുകളാകട്ടെ, അവർക്ക് ഞാൻ സലാം ചൊല്ലുന്നു എന്ന നിയ്യത്തിലാണ് തിരിയേണ്ടത്. ഇടതു ഭാഗത്തേക്ക് തിരിയുമ്പോൾ ഞാൻ എന്റെ ഇടതു ഭാഗത്തുള്ള മനുഷ്യരാകട്ടെ ജിന്നുകളാകട്ടെ മലക്കുകളാകട്ടെ അവരോട് ഞാൻ സലാം പറയുന്ന നിയ്യത്തിൽ തിരിയണം. ഇനി ഇമാം ആണെങ്കിൽ രണ്ട് ഭാഗത്തേക്ക് തിരിയുമ്പോൾ, ഒരു ഭാഗത്തേക്ക് തിരിയുമ്പോൾ എന്റെ പിറകിലുള്ള മഅ്മൂമീങ്ങൾക്ക് വേണ്ടി ഞാൻ സലാം പറയുന്നു എന്ന് നിയത്ത് ചെയ്യണം. മഅ്മൂമീങ്ങൾ ഇമാമിന്റെ വലതു ഭാഗത്തുള്ള മഅ്മൂമീങ്ങൾ സലാം വീട്ടുമ്പോൾ, ആ ഇടതു ഭാഗത്തേക്ക് സലാം വീട്ടുമ്പോൾ ഇമാമിന്റെ സലാമിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതണം. ഇമാമിന്റെ വലതു ഭാഗത്ത് ഇരിക്കുന്ന ആളുകൾ സലാം വീട്ടുമ്പോൾ വലതു ഭാഗത്തേക്ക് തിരിയുമ്പോൾ എന്തെന്ന് നിയത്ത് ചെയ്യണം? ഇമാമിന്റെ സലാം വീട്ടുന്നു എന്ന് നിയത്ത് ചെയ്യണം. തൊട്ട് പിറകിലുള്ള ഒരാള് രണ്ടാലൊരു സലാം വീട്ടുമ്പോൾ ഇമാമിന്റെ സലാം വീട്ടുന്നു എന്നും കരുതണം. അപ്പൊ സലാം വീട്ടുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയാണ് കരുതേണ്ടത്. അങ്ങനെ സലാം വീട്ടി കഴിഞ്ഞു. ഇതിനിടയിൽ പിന്നെ നമുക്ക് വരുന്ന സലാം വീട്ടി കഴിയുമ്പോൾ ഏതെങ്കിലും ഫർളുകളിൽ എന്തെങ്കിലും നമുക്ക് സംശയം വന്നാൽ സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ ആ സംശയത്തിനൊന്നും പ്രസക്തിയില്ല. പക്ഷെ സലാം വീട്ടുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ഫർളിൽ സംശയിച്ചാൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ആ ഫർളിലേക്ക് നേരെ തിരിച്ചു പോന്നിട്ട് അവിടെ നിന്ന് വീണ്ടും വരണം. ഇനി ഒരാള് ഫാത്തിഹ മറന്നു, സംശയിച്ചു, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതാൻ വേണ്ടി വന്ന് നിന്നപ്പോഴാണ് ഇയാൾ സംശയിച്ചത് ഞാൻ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയിട്ടുണ്ടോ ഇല്ലെന്ന്. എന്നാലോ ആ നിസ്കരിച്ച ഒരു റക്അത്തിനെ മുഴുവൻ ഇല്ലാത്ത പോലെ കരുതണം. എന്നിട്ട് ആ സ്ഥാനത്ത് ഈ റക്അത്തിനെ തുടങ്ങണം. അപ്പൊ അങ്ങനെ ഫാത്തിഹ ഓതി സംശയിച്ച് ഫാത്തിഹ ഓതി ഇല്ലയോ എന്ന് സംശയിച്ച ആ റക്അത്ത് അവനെന്തില്ല, ലഭിച്ചിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ ചെയ്യാൻ പോണത് ആ റക്അത്താണ് എന്നുള്ള നിലയിൽ പരിഗണിക്കണം എന്നാണ് പറയുന്നത്. എന്നാലും സംശയിച്ചാലും ഫാത്തിഹ പൂർണ്ണമായിട്ട് ഓതിയില്ല എന്ന് സംശയിച്ചാലും എന്ത് ചെയ്യണം എന്നാണ്. പക്ഷെ അത് ആ സ്ഥലം വിട്ടതിന് ശേഷമാണെങ്കിൽ അത് പ്രശ്നമില്ല. ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുക ആയത്ത് വിട്ടിട്ടുണ്ടോ എന്ന് സംശയിച്ചാലാണ് എന്ത് ചെയ്യണം? വീണ്ടും ഫാത്തിഹ ഓതണം. ആ ഫാത്തിഹ ഓതേണ്ട രംഗം വിട്ട് എത്തിയപ്പോൾ ഫാത്തിഹ മൊത്തത്തിൽ മറന്നിട്ടില്ല, ഫാത്തിഹയിൽ ഒന്നോ രണ്ടോ ആയത്ത് ഓതിയില്ല എന്ന് സംശയിച്ചാൽ ആ സംശയത്തിന് പ്രസക്തി ഇല്ല, പോകാം. പക്ഷെ ഫാത്തിഹ മൊത്തത്തിൽ ഓതിയിട്ടില്ല എന്ന് സംശയിച്ചാലാണ് വിഷയം. ഇനി നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടതിന് ശേഷം എന്ത് സംശയിച്ചാലും കുഴപ്പം ഇല്ല. അതുപോലെ തന്നെ റക്അത്തുകളുടെ എണ്ണത്തിൽ ഒരാൾ സംശയിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? റക്അത്ത് ഫാത്തിഹയില്ല, റക്അത്തിന്റെ എണ്ണത്തിലാണ് ഒരാൾ നിസ്കരിച്ചുകൊണ്ട് സംശയം. നമുക്ക് എല്ലാവർക്കും സംശയമാണ്. ഇപ്പൊ എങ്ങനെ 4 റക്അത്താണ് ളുഹർ, നാലാമത്തെ റക്അത്തിൽ മൂന്നാമത്തെ റക്അത്ത് ഇത് 4 ആണോ 5 ആണോ എന്ന് സംശയിച്ചു, അല്ലെങ്കിൽ 4 ആണോ 3 ആണോ എന്ന് സംശയിച്ചു. എന്താണ് ചെയ്യാൻ പറ്റുക? ഇമാമുമായിട്ട് നിസ്കരിക്കുമ്പോൾ വിഷയമല്ലല്ലോ, നമ്മളെ എണ്ണിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇമാം എണ്ണിക്കുള്ളല്ലോ അല്ലെ. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 റക്അത്താണോ 3 റക്അത്താണോ എന്ന് സംശയിക്കുന്ന ഒരാള് 3 റക്അത്താണെന്ന് ഉറപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? 4ാമത്തെ റക്അത്തും കൂടി നിസ്കരിക്കണം. ആ സംശയിച്ചതിന് അവസാനം സലാം വിട്ടതിന് മുമ്പ് സഹവിന്റെ സുജൂദ് ചെയ്യണം. ഇനി 4 ആണോ 5 ആണോ എന്ന് സംശയിച്ചാൽ 4 ആണെന്ന് ഉറപ്പിക്കണം, പിന്നെ നിസ്കരിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവന് എന്ത് ചെയ്യണം? സഹവിന്റെ സുജൂദ് ചെയ്യണം. അപ്പൊ എണ്ണത്തിൽ സംശയിച്ചാൽ കുറഞ്ഞ എണ്ണത്തെ ഉറപ്പിക്കുകയും അവസാനം സഹവിന്റെ സുജൂദ് ചെയ്യാന്നാണ് നിയമം. പറയുള്ളൂ.
അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര ദിവസം നമ്മൾ വുദൂഇൽ തുടങ്ങി, നിസ്കാരത്തിലൂടെ കടന്നു വന്ന് അവസാനമെത്തി. അള്ളാഹു നമ്മളുടെ ഇബാദത്തുകളെ കുറ്റമറ്റ നിലയിൽ നിർവഹിക്കാൻ നമ്മുടെ ക്ലാസുകൾ ഉപകാരമാക്കുമാറാകട്ടെ.